ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയിൽ വരെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. മറ്റുള്ള ഒരു സീസണുകളെയും അപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു പ്രണയ കോംബോ അങ്ങനെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന്. പക്ഷേ ഇപ്പോൾ ഒരു ഞെട്ടിക്കുന്ന പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. അതിനുശേഷം ബിഗ് ബോസിൽ ലൈവിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിലുള്ള പല പല കാര്യങ്ങളാണ്. അനീഷേട്ടന് അനുമോളോട് പ്രണയം അത് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അനീഷേട്ടൻ. കൃത്യമായിട്ട് അനുമോളോട് ചോദിക്കുന്നുണ്ട്, അനുമോൾക്ക് എന്താണ് ഇപ്പം എന്നെ പറ്റിയുള്ള ഒപ്പീനിയൻ. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ആദ്യമൊക്കെ എനിക്കൊരു താല്പര്യമില്ലായിരുന്നു, ഇപ്പോൾ ആർക്കായാലും ഇഷ്ടപ്പെടുന്ന വളരെ മികച്ചൊരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് അനീഷേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് അനീഷേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോളെ മാരേജ് ചെയ്യാനായിട്ട് നമ്മുടെ അനീഷേട്ടന് താല്പര്യമുള്ളതായിട്ട് അനുമോളുടെ അടുത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അനുമോളുടെ റിപ്ലൈ എന്താണെന്ന് ചോദിക്കുമ്പോൾ അനുമോൾ ആകെ അന്തം വിട്ടതുപോലെ, അനീഷേട്ടൻ ഈ കല്യാണക്കാര്യം അല്ലെങ്കിൽ കല്യാണത്തിലേക്ക് പോകാനായിട്ട് എനിക്ക് താല്പര്യമുണ്ടെന്നൊക്കെ അനീഷേട്ടൻ പറയുമെന്നൊക്കെ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അനീഷേട്ടൻ അനുമോളോട് നോക്കുന്നതും നിൽക്കുന്നതും അനുമോളോട് പല പല കാര്യങ്ങൾ സംസാരിക്കുന്നതും നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ ആദ്യം കണ്ട അനീഷേട്ടനെ അല്ല, പുള്ളിക്കാരൻ എൻറ്റയർലി ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനുമോളോട് എന്തൊക്കെയോ ഒരു സോഫ്റ്റ് കോർണർ അനീഷേട്ടൻ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു പ്രണയത്തിലേക്ക് ഇത്ര പെട്ടെന്ന് പോകുമെന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും അനുമോളോട് അനീഷേട്ടന് ഒരു ഇഷ്ടമുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അനീഷേട്ടൻ്റെ മനസ്സിൽ അതൊരു പ്രണയം തന്നെ ആയിരുന്നു. കല്യാണത്തിലേക്ക് പോകാനും ഒരുമിച്ച് ജീവിക്കാനൊക്കെ ഈ പറയുന്ന അനീഷേട്ടന് താല്പര്യമുള്ളതായിട്ട് തന്നെയാണ് ഇപ്പോൾ അനീഷേട്ടൻ പറയുന്നത്. പക്ഷെ അതിന് ശേഷം ഇപ്പോൾ ലൈവിൽ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ അനുമോൾ അത് പെട്ടെന്നൊരു റിപ്ലൈ കൊടുത്തില്ല. ഞാൻ ചോദിച്ചതിന് ഒരു റിപ്ലൈ തരൂ എന്നുള്ള രീതിയിൽ അനീഷേട്ടൻ പറഞ്ഞപ്പോഴും അനുമോൾ അതിൽ നിന്ന് എന്തൊക്കെയോ അനുമോൾക്ക് പെട്ടെന്ന് എന്തോ സർപ്രൈസ് ആയതുപോലെ, അല്ലെങ്കിൽ അനുമോൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യം സംഭവിച്ചതുപോലെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു കല്യാണക്കാര്യം നമ്മൾ എടുത്തോ പിടിച്ചോ എന്നുള്ള രീതിയിൽ ഒരിക്കലും തീരുമാനിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഒരു വാക്ക് പോലും നമ്മൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല, നമുക്ക് അത്രയും ഉറപ്പില്ലാത്തൊരു കേസിൽ. അപ്പോൾ തീർച്ചയായിട്ടും അനീഷേട്ടൻ അതിനുശേഷം അനുമോളുടെ ആ ഒരു മെൻറ്റാലിറ്റി കണ്ടതിൽ പിന്നെ അനുമോളോട് സംസാരിക്കേണ്ട, അനുമോൾ ഇപ്പം എൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് വരണ്ട, ആ ടോപ്പിക്ക് ഞാൻ വിട്ടു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ജാടയിട്ട് അനുമോളോട് മിണ്ടാതെ പോവുകയാണ്. അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കല്യാണക്കാര്യമല്ല അനീഷേട്ടായി ചോദിച്ചത്. അനുമോളുടെ അടുത്തൊരു കല്യാണക്കാര്യം ചോദിക്കുമ്പോൾ അത് ഇത്രയും നാൾ ആ ഒരു പെൺകുട്ടി കല്യാണത്തെപ്പറ്റി ചിന്തിക്കാതിരുന്നത് അത്രയേറെ കോൺസെപ്റ്റുകൾ ആ ഒരു പെൺകുട്ടിയുടെ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും അത്രയും ആഗ്രഹിച്ച് അല്ലെങ്കിൽ അത്രയും സന്തോഷത്തോടു കൂടി ഈ പറയുന്ന ഒരു കല്യാണത്തിലേക്ക് പോകാനായിട്ട് താല്പര്യപ്പെട്ട് നിൽക്കുന്ന ഒരു ആളാണ് അനുമോൾ. അപ്പോൾ തീർച്ചയായിട്ടും തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു തീരുമാനം എടുക്കുന്നതിന് കൃത്യമായൊരു സമയം അനീഷേട്ടൻ കൊടുക്കാത്തത് അത്ര ശരിയായിട്ടുള്ള പരിപാടിയൊന്നുമല്ല. അതിപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു കല്യാണക്കാര്യമാണ് അനുമോളുടെ അടുത്ത് പറഞ്ഞത്. അനുമോൾക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ട്. അനുമോൾക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം ഒരിക്കലും എടുക്കാനായിട്ട് സാധിക്കില്ല. അനുമോളുടെ മനസ്സിൽ ഇപ്പോൾ അനീഷേട്ടനോട് ഇഷ്ടമുണ്ടാവും, ചിലപ്പോൾ ഇല്ലാതിരിക്കാം, ചിലപ്പോൾ ഒരു സഹോദരനെ പോലെ ആയിരിക്കും കാണുന്നത്. പക്ഷേ ഈ പറയുന്ന അനുമോൾക്ക് അവരുടെ വീട്ടുകാരോട് സമ്മതം ചോദിക്കേണ്ടതുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ വെച്ച് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഒരു തീരുമാനമല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ പറയുന്ന പേളിയും ശ്രീനേഷൊക്കെ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തീരുമാനം എടുത്തതല്ലേ എന്ന്. ഉണ്ടാവാം, പക്ഷെ ഓരോരോ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള കോൺസെപ്റ്റുകൾ ഉണ്ടാവും. ചിലപ്പോൾ അനുമോൾക്ക് ഈ പറയുന്ന പോലെ പാരൻസിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അച്ഛനമ്മമാരുടെ അനുഗ്രഹത്തോടു കൂടി കല്യാണത്തിലേക്ക് പോകണമെന്നായിരിക്കും ആഗ്രഹം. അനീഷേട്ടൻ പെട്ടെന്നൊരു കല്യാണത്തിൻ്റെ ഒരു തീരുമാനം എടുത്തോ പിടിച്ചോ എന്നുള്ള രീതിയിൽ അനുമോളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അനുമോളെന്നല്ല, ഈ ലോകത്തുള്ള ആർക്കായാലും അത് അത്ര പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനോ അത്ര പെട്ടെന്ന് അങ്ങോട്ട് കയറി എനിക്കും ഇഷ്ടമാണ്, ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി നമുക്ക് പെട്ടെന്ന് തന്നെ കല്യാണത്തിലേക്ക് പോകാം, കെട്ടാന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയൊന്നും ആരും പറയില്ല അനീഷേട്ടാ. കൃത്യമായിട്ടൊരു സമയം അനുമോൾക്ക് അതിന് അനീഷേട്ടൻ കൊടുക്കണം. ഇങ്ങനെ മിണ്ടാതിരുന്നാലൊക്കെ അങ്ങ് ശരിയാവില്ല. ഏഷ്യാനെറ്റ് കുറേ ഇട്ട് ഇങ്ങനെ വലിപ്പിക്കുന്നുണ്ട്. ഇപ്പം എന്തോരം വീഡിയോസാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ സജീവമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും അനീഷും അനുമോളും തമ്മിലേക്ക് ഒരു പ്രണയ കോംബോ ബിഗ് ബോസ് ഹൗസിൽ എങ്ങനെ അവസാന ഘട്ടത്തിൽ വെച്ച് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അനീഷേട്ടന് കൃത്യമായിട്ട് അനുമോളെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അനീഷേട്ടൻ്റെ ഓരോ കാര്യങ്ങളും അനീഷേട്ടൻ സംസാരിക്കുന്ന രീതിയും കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അനുമോൾക്കും അനീഷേട്ടനോട് എന്തോ ഉള്ളിൽ ചെറിയൊരു ഇഷ്ടമുള്ളതുപോലെ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അനുമോൾ ഒരു പെൺകുട്ടിയാണ്, ഒരുപാട് നാളുകളായിട്ട് കല്യാണത്തെപ്പറ്റി ആലോചിക്കാത്തൊരു പെൺകുട്ടിയാണ്. അനുമോൾക്ക് കൃത്യമായിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ടാവും, അനുമോൾക്ക് ഇഷ്ടങ്ങളുണ്ടാവും, അത് മനസ്സിലാക്കുന്നൊരു വ്യക്തിയാണെന്ന് പൂർണ്ണ വിശ്വാസം വന്നു കഴിഞ്ഞാൽ മാത്രമേ അനുമോൾ ആ ഒരു കാര്യത്തിലേക്ക് ചിന്തിക്കുകയുള്ളൂ. അപ്പം അതുപോലെ തന്നെ അനുമോൾക്ക് ഈ പറയുന്ന വീട്ടുകാരായിട്ടും അച്ഛനമ്മമാരായിട്ടും ആലോചിക്കേണ്ടതായിട്ടും ഉണ്ടാവും. അപ്പം കൃത്യമായിട്ടൊരു സമയം കൊടുത്ത് ഇപ്പോൾ ബിഗ് ബോസിൽ ആ ഒരു ഫിനാലെ വേദിക്ക് വേണ്ടി മാത്രം കാത്തിരുന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആ ഒരു ഇഷ്ടം അനീഷേട്ടൻ ഇപ്പോഴും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും
അനീഷേട്ടൻ അനുമോള് വീട്ടിൽ ചെന്ന് കല്യാണം ആലോചിച്ച് കല്യാണത്തിലേക്ക് പോകാം. എന്തായാലും ഒരു വളരെ നല്ലൊരു 2 വ്യക്തികൾ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ വിജയിക്കാനായിട്ട് ഒരുപാട് സാധ്യതയുള്ള 2 കണ്ടസ്റ്റൻസ് ആണ്. വളരെ മികച്ച രീതിയിൽ നിൽക്കുന്ന 2 വ്യക്തികളാണ്. ഇതുവരെയും ഇൻഡിവിജ്വലായിട്ടാണ് നിന്നത്. ഇനിയും അങ്ങനെ തന്നെ ഇൻഡിവിജ്വലായിട്ട് നിന്ന് ഗെയിം കളിച്ച് ഫിനാലെ കഴിഞ്ഞിട്ട് ഈ പറയുന്ന കല്യാണത്തെ പറ്റി ആലോചിക്കാം. അനുമോൾക്ക് കൃത്യമായിട്ടൊരു സമയം കൊടുത്തു കഴിഞ്ഞാൽ വ്യക്തമായിട്ടൊരു റിപ്ലൈ അനുമോളുടെ ഭാഗത്തു നിന്ന് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്